ഹലോ ഡിയേഴ്സ്, അഖില മിസ് ആണ്. അപ്പോൾ നമ്മുടെ 4ാം ക്ലാസ്സിലെ മക്കൾക്ക് ഇതാ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് അല്ലേ? കുട്ടികൾക്ക് എല്ലാവർക്കും നോക്കുകയാണെങ്കിൽ കുറച്ച് പേർക്കൊക്കെ ടെക്സ്റ്റ് ഒക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ചാപ്റ്റേഴ്സൊക്കെ നോക്കിയിട്ടുള്ള ആളുകൾക്കറിയാം, നമ്മുടെ EVSൻ്റെ കാര്യത്തിൽ നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ജീവികളും ചുറ്റുപാടും എന്ന് പറയുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പാഠപുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ആദ്യത്തെ ചാപ്റ്ററിൽ വലിയൊരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റുന്നില്ല. എന്നാലും കുറച്ച് കോൺസെപ്റ്റുകളൊക്കെ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുമുണ്ട്. നമ്മുടെ ചുറ്റുപാടിനെ പറ്റിയും അതുപോലെ വ്യത്യസ്ത തരത്തിലുള്ള ജീവികളെ പറ്റിയും അവരുടെ അഡാപ്റ്റേഷൻ അതുപോലെ തന്നെ ആവാസ വ്യവസ്ഥകളെ പറ്റിയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരിക്കുക. എന്നാൽ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ പോകുമ്പോഴേക്കും അവിടെ വലിയൊരു ചേഞ്ച് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ്. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യയെ പറ്റിയും ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഒക്കെ ഇതാ ഈ ഒരു ചാപ്റ്ററിൽ കടന്നു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറച്ചധികം കോൺസെപ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇതാ ഈ ഒരു വർഷം നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുള്ള ഈ ഒരു വർഷം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സൈലത്തിൻ്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചായിട്ടുള്ള പ്രാണ ബാച്ച് തയ്യാറായിട്ടിരിക്കുന്നത്. നമുക്കറിയാം, ക്ലാസ്സുകളൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം നമ്മളവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മളിതാ ചാപ്റ്റേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ പ്രാണ ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ സബ്ജക്റ്റിൻ്റെയും എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓരോ യൂണിറ്റും കഴിയുമ്പോഴേക്കും നമ്മൾ യൂണിറ്റ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിന് ആൻസർ കീ ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും. ഓണം എക്സാം ആയിക്കോട്ടെ, ക്രിസ്മസ് എക്സാം ആയിക്കോട്ടെ, ഏറ്റവും അവസാനമുള്ള നമ്മുടെ ആനുവൽ എക്സാം ആയിക്കോട്ടെ, ഇതിൻ്റെ എല്ലാം ഒരു മോഡൽ എക്സാമിനേഷൻസും നമ്മുടെ പ്രാണ ബാച്ചിൻ്റെ പ്രത്യേകതയാണ്. ഇനി 4ാം ക്ലാസ്സിൻ്റെയോടൊപ്പം തന്നെ നമ്മുടെ LSSന് തയ്യാറാവുന്ന മക്കളാണ് അല്ലേ? അപ്പോൾ LSSുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യലായിട്ടുള്ള കോച്ചിങ്ങും നമ്മുടെ ഇതാ പ്രാണ ബാച്ചിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഇതുവരെയും മക്കൾ ആരും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതിയാവും. എന്നിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ 4ാം ക്ലാസ്സും നമ്മുടെ LSS ഒക്കെ നമുക്ക് സെറ്റാക്കണം. അപ്പോൾ നമ്മുടെ പ്രാണ ബാച്ചിൽ കാണാം. ബൈ.